ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫയറും ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയറുമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫയർ, അഗ്നിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ PSC ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ഇത് പ്രത്യേകം എടുത്തു പറയാമെന്ന് വെച്ചത്. അപ്പം ഫയർ ഈസ് ഫാസ്റ്റ്, നിമിഷങ്ങൾക്കുള്ളിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കും. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പം ഒരു ഫയർ ഒരു വസ്തുവിലേക്ക് കയറി പിടിച്ചതിനാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വേഗതയിൽ അത് മൊത്തം കത്തിച്ചാമ്പലാവും. അതുകൊണ്ടാണ് ഫയർ ഈസ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫയർ ഈസ് ഹോട്ട്, ജ്വാലയേക്കാൾ താപമാണ് അപകടകാരി. അടുത്തത് ഫയർ ഈസ് ഡാർക്ക്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കരിയും ചാരവും മാത്രമായി അവശേഷിക്കും. ഒരു കാട്ടുതീയൊക്കെ നടന്നതിന് നമുക്കറിയാവുന്നതാണ്. അത് മൊത്തം കത്തിത്തീരാൻ വലിയ താമസമൊന്നും വേണ്ട. നമുക്കത് ശമിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അത് കത്തിത്തീരുന്ന വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അപ്പം അതിന് മുൻകരുതലുകളും ശമിപ്പിക്കാനുള്ള എന്താണ് പ്രതിവിധി അതൊക്കെ ചെയ്ത് അതിനെ ശമിപ്പിക്കണം. അല്ലെങ്കിൽ അത് മൊത്തം ചാരവും കരിയുമായിട്ട് മാത്രം അവശേഷിക്കും. അടുത്തത് ഫയർ ഇസ് ഡെഡ്ലി, സർവനാശകമാണ് ഫയർ. അറിയാവുന്നതാണല്ലോ. അപ്പം ഈ ഒരു 4 കാര്യങ്ങൾ ഒക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് തെറ്റേത് ശരിയെന്ന് കണ്ടെത്താനുള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ പറഞ്ഞത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ ആണ്. ഫയറിനെ 5 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, അങ്ങനെ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഒരു രീതി നോക്കാം. ക്ലാസ് എ എന്ന് പറയുന്നത് സോളിഡാണ്, ക്ലാസ് ബി ലിക്വിഡ്, ക്ലാസ് സി ഗേഷ്യസ് അല്ലെങ്കിൽ ഗ്യാസ്, ക്ലാസ് ഡി മെറ്റൽ, ക്ലാസ് ഇ ഇലക്ട്രോണിക്. ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കണം. ഇത് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ കത്തിയാൽ ചാരമോ കരിയോ ആയി അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെയാണ് ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് എ ഫയർ. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് സോളിഡായിട്ട് കണക്കാക്കും. ക്ലാസ് ബി ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയർ. എക്സാമ്പിൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോൾ, പെയിൻറ്റ് എന്നിവ. അപ്പോൾ ക്ലാസ് ബി ലിക്വിഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത് ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ. LPG, അസറ്റിലിൻ, ഹൈഡ്രജൻ എന്നിവയിലുള്ള തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ. ഗ്യാസസ് ആയിട്ടുള്ള വാതകങ്ങളിലും മറ്റും ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് സി ഫയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലാസ് ഡി ഫയർ ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. ലോഹങ്ങളിലുണ്ടാകുന്ന മെറ്റലിലുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ. ഉദാഹരണമായിട്ട് സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളിലുണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസ് ഇ ഫയർ. അടുത്തതായിട്ട് ക്ലാസ് ഇ ഫയർ ആണ്. അമിതമായി ഊർജ്ജവത്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ക്ലാസ് ഇ ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് അയാം കാത്തലിനകത്ത് അവന്മാർ സെർവർ കത്തിക്കുന്ന സീനില്ലേ, അതൊക്കെ ക്ലാസ് ഇ ഫയറിന് ഉദാഹരണമാണ്. അപ്പോൾ ഇനി ഈ ക്ലാസ് എ മുതൽ ഇ വരെയുള്ള ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയറിൽ ഇവരെയൊക്കെ ശമിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്.